എൻ്റെ പേര് രാജേഷ് ജോസഫ് എന്നാണ്. ഇപ്പോൾ വിവാദമായ മുണ്ടവാരത്ത് തറവാട് ഹോട്ടൽ എന്ന സ്ഥാപനത്തിൻ്റെ കെട്ടിട ഉടമയാണ് ഞാൻ. എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആ ഹോട്ടൽ നടത്തുന്ന വ്യക്തി എനിക്ക് 10 മാസത്തെ വാടക കുടിശ്ശിക തരാനുണ്ട്. എൻ്റെ കടയിൽ നിന്ന് കോഴി മറ്റൊരു സാധനം മേടിച്ച വകയും ലക്ഷങ്ങൾ തരാനുണ്ട്. എന്നാൽ ഇതൊന്നുമല്ല വസ്തുത. അത് 10 മാസത്തെ തരാനുണ്ടോ? ഈ വാടക കുടിശ്ശികയും സാധനങ്ങൾ കടയിൽ മീന്, ഇറച്ചി, കാട എല്ലാം പക്കായിട്ട് എൻ്റെ ഇതുകൊണ്ടുള്ളതാണ്. കടയിൽ നിന്ന് സാധനം മേടിച്ച വകയിലുള്ള പൈസ കണക്ക് ബാബു ജോസഫിൻ്റെ വാട്സപ്പിൽ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. 10 മാസത്തെ വാടക കുടിശ്ശികയായിട്ടുള്ളതാണ്. ഇത് ഞാൻ പല പ്രാവശ്യം ബാബു ജോസഫിനോട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ചിട്ടി കിട്ടാനുണ്ട്, ചിട്ടി പിടിക്കും തരാൻ എന്ന് പറഞ്ഞിട്ടിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഇവിടെ വന്ന വസ്തുത ഇതൊന്നുമല്ല. എനിക്ക് എൻ്റെ പപ്പ ഇഷ്ടദാനം തരികയും പപ്പയുടെ സഹോദരൻ്റെ മക്കളുടെ കയ്യിൽ നിന്ന് ഞാൻ വിലയ്ക്ക് വാങ്ങുകയും ചെയ്ത ഒരു 3 സെൻറ്റ് സ്ഥലത്ത് ഞാൻ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അനുവാദം പെർമിറ്റ് എടുത്ത് ഒരു 3 നില കെട്ടിടം പണിയുണ്ടായി. എന്നാൽ എൻ്റെ നിർഭാഗ്യകരം കൊണ്ട് പണിത മേസ്ത്രിയുടെ കൈപ്പിഴ കൊണ്ട് അതിന് സെറ്റ് ബാക്കിൽ ചെറിയ കുറവ് വരികയും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമ്പറിന് അപേക്ഷിച്ചപ്പോൾ സെറ്റ് ബാക്ക് ക്ലിയർ ആക്കാതെ നമ്പർ ലഭിക്കുകയില്ലെന്ന് പറയുകയുണ്ടായി. ഞാൻ ബാങ്കിൽ നിന്ന് 15 ലക്ഷം രൂപയോളം ലോൺ എടുത്താണ് കെട്ടിടം പണിതത്. എന്നാൽ കെട്ടിടത്തിൻ്റെ പുറകുവശം കുറച്ച് ഭാഗം പൊളിച്ച് മാറ്റിയതിന് ശേഷം ക്രമവൽക്കരിക്കാൻ നോക്കിയപ്പോഴത്തേക്കും അത് സ്റ്റെയർ കേസ് ഇരിക്കുന്നത് കൊണ്ടും കെട്ടിടം മുഴുവൻ നാശമായി പോകുന്നതുകൊണ്ടും എനിക്കത് സാധിച്ചില്ല. എനിക്ക് ബാങ്കിൽ ലോൺ അടയ്ക്കുകയും ചെയ്യുന്നത് കൊണ്ട് അഭിലാഷ് എന്ന ആൾ എൻ്റെ അടുത്ത് വരികയും ഒരു കട നടത്താൻ അനുവാദം ചോദിക്കുകയും ചെയ്തു. അത് ഏത് കാലത്താണ് വന്നത്? അഭിലാഷ് ഒരു 2018-19 കാലത്തിലാണ് എൻ്റെ അടുത്ത് വന്നത്. അന്നേരം ഞാൻ ഈ നമ്പറില്ലെന്നും ഈ കാര്യങ്ങളെല്ലാം അഭിലാഷിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ അഭിലാഷിനെ കരാർ കൊടുത്ത് ഇത് അഭിലാഷ് കട നടത്തുകയും എന്നാൽ ഒരു 2020 കൂടി അഭിലാഷിന് വിദേശത്ത് പോകേണ്ട ആവശ്യം വരികയും അതിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് അഭിലാഷ് എൻ്റെ സഹപാഠിയും ക്ലാസ്മേറ്റുമായ ബാബു ജോസഫ് എന്ന വ്യക്തിയെ കൊണ്ടുവരികയും പുള്ളിക്ക് കട കൈമാറുന്നതിന് വിരോധമുണ്ടെന്ന് ചോദിക്കുകയും എൻ്റെ ക്ലാസ്മേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു വിരോധമില്ലെന്ന് പറയുകയും അഭിലാഷ് എനിക്ക് തന്ന ഡിപ്പോസിറ്റ് തുകയായ 2 ലക്ഷം രൂപ നിർത്തുമ്പോൾ ബാബു ജോസഫിന് കൊടുത്താൽ മതിയെന്നും പറഞ്ഞു. ഇപ്പോൾ നമുക്കറിയാം, കൊട്ടാരമ്പലത്തെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഒരു മുറി പിടിക്കുന്നതിന് 25 ലക്ഷം രൂപയോളമാണ് പകുതി കൊടുക്കേണ്ടത്. അതിനനുസരിച്ച് വാടകയും കൊടുക്കണം. ഈ 3 നില കെട്ടിടം മുഴുവൻ ഞാൻ പുള്ളിക്ക് കൊടുത്ത് 2 ലക്ഷം രൂപ ഡിപ്പോസിറ്റിനാണ് കൊടുത്തത്. എന്നാൽ കരാർ പ്രകാരം ഇതാണ് എഗ്രിമെൻറ്റ്. ഈ എഗ്രിമെൻറ്റിൽ വ്യക്തമായി പറയുന്നുണ്ട്, മുനിസിപ്പാലിറ്റി കെട്ടിട നമ്പറിന് വേണ്ടി അപേക്ഷിച്ചിട്ടുള്ളതാണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ബാബു ജോസഫ് ഒപ്പിട്ട ബാബു ജോസഫിൻ്റെ ഒപ്പാണ്. മുനിസിപ്പാലിറ്റിയിൽ അസസ്മെൻറ്റിന് കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ എഗ്രിമെൻറ്റിൽ വ്യക്തമായിട്ട് എഴുതി ചേർത്തിട്ടുണ്ടല്ലേ? വ്യക്തമായിട്ട് എഴുതി ചേർത്തിട്ടുണ്ട്. ഈ എഗ്രിമെൻ്റ് അദ്ദേഹം ഈ ബാബു ജോസഫും കണ്ടതാണ്. ബാബു ജോസഫ് ഒപ്പിട്ടതാണ്. അപ്പോൾ നമ്പറില്ലാത്തതിൻ്റെ പേരിൽ അന്ന് പകുതി വാടക തരാമെന്ന്, ഏകദേശം 35,000 രൂപ 3 നില കെട്ടിടത്തിൽ ഒരു ദിവസം 1000-1200 രൂപ വാടക തരാമെന്നും നമ്പർ കിട്ടുന്ന മുറയ്ക്ക് വാടക കൂടുതൽ തരാമെന്നും എന്നോട് വാക്കാൽ സമ്മതിച്ചതുമാണ്. അതിന് പ്രകാരം എനിക്ക് ബാങ്ക് ലോണുകളുണ്ട്. എനിക്ക് കാനറ ബാങ്കിൽ തന്നെ 2.5 കോടി രൂപയുടെ ബാധ്യതയുണ്ട്. ഫെഡറൽ ബാങ്കിൽ 1 കോടി രൂപയുടെ ബാധ്യതയുണ്ട്. കാർഷിക വികസന ബാങ്കിൽ 20 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട്. ഇത്രയും ബാധ്യതയുള്ള എനിക്ക് അതിന് വഴങ്ങേണ്ടി വരും. കാരണം കെട്ടിടം കൊടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടുന്ന ഇതുകൊണ്ടാണ് ഞാൻ എനിക്ക് ജീവിക്കണ്ടേ. എന്നാൽ ആരുടെയും പരാതി ഇല്ലാത്തതിൻ്റെ പേരിൽ കുറച്ച് നാൾ കട നടന്നു എന്ന വസ്തുതയാണ്. എന്നാൽ ഇതിനിടയ്ക്ക് ഞാൻ നമ്പറിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്നതാണ്. എന്നാൽ ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് സഹാവ് ലാലിസൻ ചേട്ടൻ്റെയും ശ്രീ പൂവരി ജോസൂരി ചേട്ടൻ്റെയും മധ്യസ്ഥ ചർച്ചയിൽ അയൽവാസിയിൽ നിന്ന് ഒരു കാസൽ സ്ഥലം വെച്ച് മോഹവില നൽകി ഞാൻ വാങ്ങുകയുണ്ടായി. അത് ഏത് കാലത്ത്? എത്ര മാസമായി? ഒരു 3 മാസം. 3 മാസം ഒരു ഏപ്രിൽ മെയ്യോട് മേടിച്ചു. അതിന് പ്രകാരം ഞാൻ എഞ്ചിനീയറെ കൊണ്ട് കാണിച്ചപ്പോൾ നമുക്ക് ഇപ്പോൾ കെട്ടിടം നിയമാനുസൃതമാണെന്നും നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നമ്പറിന് അർഹതയുണ്ടെന്ന് പറഞ്ഞു. പുള്ളി റോഡിൻ്റെ വീതി കെട്ടിടത്തിൻ്റെ സെറ്റ് ബാക്കിൽ അളന്നു നോക്കി. ഇനി നമുക്ക് അതിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി മുനിസിപ്പാലിറ്റി അപേക്ഷിച്ചാൽ നമ്പർ കിട്ടുമെന്നും അതിനുവേണ്ടിയുള്ള ഇതുകൂടെ ഞാൻ പുള്ളി ഏൽപ്പിച്ചതും അത് നടന്നു വരുന്നതുമാണ്. ഇതിന് പ്രകാരം ബാബു ജോസഫിനോട് 1 മാസത്തേക്ക് ഒന്ന് കെട്ടിടം നിർത്തിവെക്കണമെന്നും നമ്പർ കിട്ടി ലൈസൻസ് എടുത്ത് പക്കായിട്ട് നടത്താൻ ആവശ്യപ്പെട്ടതുമാണ്.
ഈ കടയിൽ നിന്ന് വേസ്റ്റ് വെള്ളം പൊക്കോണ്ടിരുന്നത് അടുത്ത പ്രയത്നത്തിലാണ് പൊക്കോണ്ടിരുന്നത്. അവരത് തടയുകയും അവിടെ മതിൽ കെട്ടിയിരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ കെട്ടിടത്തിന് കട നടത്തുന്നതിന് ഹോട്ടൽ നടത്തുന്നതിന് വേണ്ട അടിസ്ഥാന സൗകര്യമൊന്നും ഇല്ലാത്തതുമാണ്. എന്നാൽ ബാബു ജോസഫ് ഞാൻ പറഞ്ഞതിനും ഈസ്റ്ററോടുകൂടി കട നിർത്താനാണ് ഞാൻ ആവശ്യപ്പെട്ടത്. പണിക്കാരുടെ പ്രശ്നം കാരണം ഒരാഴ്ച മുമ്പ് കട നിർത്തിയതിനെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ ബാബു ജോസഫ് അവിടുന്ന് കട എനിക്ക് കൈമാറ്റം ചെയ്യുകയോ സാധനങ്ങൾ മാറ്റുകയോ ചെയ്തിട്ടില്ല. ഏകദേശം ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം ബാബു ജോസഫ് എന്ന വ്യക്തി പാർട്ടി ഓഫീസിൽ വരികയും പാർട്ടി ഓഫീസിൽ നിന്ന് എന്നെ അവിടെ വരെ വരാൻ സാധിക്കുമെന്ന് ചോദിക്കുകയും ചെയ്തു. ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ ബാബു ജോസഫ് അവിടെ പറഞ്ഞു എന്നെ ബലമാടി ഇറക്കി വിടുന്നു ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സത്യാവസ്ഥ ഇതല്ല, കെട്ടിടത്തിൻ്റെ നമ്പറിന് വേണ്ടി 1 മാസത്തേക്ക് മാറാൻ മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ എന്നോട് അവിടുന്ന് ചോദിച്ചു കെട്ടിടം പണിക്ക് ശേഷം, അതായത് നമ്പർ എടുത്തതിന് ശേഷം ബാബു ജോസഫിന് കൊടുക്കാൻ തയ്യാറാണെന്ന് ചോദിച്ചു. ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എനിക്ക് തരാനുള്ള 10 മാസത്തെ വാടക കുടിശ്ശിക, കടയിൽ നിന്ന് സാധനം മേടിച്ച പൈസ അതെനിക്ക് തരണമെന്ന് പറഞ്ഞു. ബാബു ജോസഫ് സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ട് പണികൾക്ക് നമ്പർ എടുത്തതിന് ശേഷം ബാബു ജോസഫിന് കൊടുക്കാൻ ഒരു എഗ്രിമെൻ്റ് വെക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ തയ്യാറാണെന്ന് ആവശ്യപ്പെട്ടു. അതും പ്രകാരം സമ്മതിച്ചു വന്ന ബാബു ജോസഫ് പിറ്റേ ദിവസം എഗ്രിമെൻ്റ് ഉള്ളത് പൈസ ഇപ്പോൾ തരാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു. ഞാനത് പാർട്ടിയെ അറിയിക്കുകയും പൈസ കിട്ടിയതിന് ശേഷം എഗ്രിമെൻ്റ് വെച്ചാൽ മതിയെന്ന് പാർട്ടി നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ ഏകദേശം 2 ആഴ്ചയ്ക്ക് ശേഷം ബാബു ജോസഫ് പാർട്ടിയെ ബന്ധപ്പെട്ടതനുസരിച്ച് എൻ്റെ അടുത്ത് വന്ന് 1,00,000 രൂപ ഇപ്പോൾ തരാമെന്ന്, ബാക്കി പൈസ പിന്നീട് നൽകാമെന്നും പറഞ്ഞു. എന്നാൽ ഞാൻ അതും സമ്മതിക്കുകയുണ്ടായി. എന്നാൽ അതിൽ നിന്നും ബാബു ജോസഫ് പിന്മാറി. ഏകദേശം പിന്നീട് ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം ബാബു ജോസഫ് വേറെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരാളെ എൻ്റെ അടുത്ത് അയക്കുകയും ഇപ്പോൾ ഒരു 50,000 രൂപ തരാമെന്ന് കട